ഇതിനടുത്ത് കേണൽ മൺറോ. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തി. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റസിഡന്റായി നിയമിതനായ വ്യക്തി. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യ റസിഡന്റ് ദിവാൻ. ചട്ടവരിയോലകൾ എന്ന പേരിൽ 1811 നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ. കാര്യക്കാരൻ എന്ന പദവി തഹസീൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാൻ. പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാന്റെ മേൽനോട്ടത്തിലാക്കുകയും ചെയ്ത വ്യക്തി. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ. ദിവാൻ പദവിയിൽ നിന്നും കേണൽ മൺറോ വിരമിച്ച വർഷം 1814. എന്നാൽ 1818 വരെ അദ്ദേഹം റസിഡന്റ് ഉദ്യോഗത്തിൽ തുടർന്നു. ഇതിനടുത്ത് റാണി ഗൗരി പാർവതിബായി 1815 മുതൽ 1829 വരെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയും ഇവരാണ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ് അഥവാ ഹജൂർ കച്ചേരിയുടെ കീഴിൽ ആരംഭിച്ച വർഷം 1823. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി. ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓട് മേയാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി. ക്രൈസ്തവർക്കു പള്ളികൾ കെട്ടുന്നതിന് സ്ഥലവും വില ഈടാക്കാതെ തടിയും കൊടുത്തു. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് വിട്ടുകൊടുത്ത ഭരണാധികാരി. വേളി മുതൽ കഠിനകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി ഗൗരി പാർവതിബായിയാണ്. സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി. ആലപ്പുഴയിലും കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS നാഗർകോവിലിൽ അച്ചടി സ്ഥാപിച്ച വർഷം 1820. ഇനി സ്വാതി തിരുനാൾ.